രാജരാജന്റെ ഭരണം എങ്ങനെയുണ്ട്? ഇതുപോലൊരു നാറിയ ഭരണമില്ല. ജനങ്ങളെ തെരഞ്ഞെടുത്ത, അല്ലാതെ ഇവർ PSC പരീക്ഷ എഴുതി വന്നതല്ല. ധാരാളം സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കേരളമാണ്, ഇനി കമ്മ്യൂണിസ്റ്റ് തന്നെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് പറയുന്നില്ല. പ്രശാന്തിന്റെ അത്ര വന്നില്ല, എന്നാലും ആര്യരാജേന്ദ്രൻ വന്നേ പിന്നെയാണ് കുറച്ചുകൂടെ മോശമായത്. പക്വതയില്ലാത്ത ഒരു ലേഡിയുടെ പ്രവൃത്തികളായിട്ടാണ് തോന്നുന്നത്. ആരോ പറഞ്ഞ് പഠിപ്പിച്ചാണ് കരഞ്ഞാൽ പോയ ഇമേജൊക്കെ തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ കരഞ്ഞത്. ഇത് പറഞ്ഞാലും അത് പ്രതികരിക്കാൻ ആരുമില്ല. അത് അത്രയാണ്. CPM ഏറെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ആളാണ് മേയർ ആര്യ രാജേന്ദ്രൻ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. വലിയ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഇനിയും ഭരണത്തിൽ തുടരണം എന്നാണ് താല്പര്യം. പണ്ടേ തുറന്നോട്ടെ, ഒരു പ്രശ്നമില്ല, തുറന്നോട്ടെ. ഇനി എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ ചേട്ടൻ? മാറ്റം ഇതുപോലെ തന്നെ പോട്ടെ, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാറ്റി വരട്ടെ, കുഴപ്പമില്ല. ഭരണത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? പറയണോ? താങ്കൾക്ക് അറിയില്ലേ? വെറുതെ പറഞ്ഞിട്ട് അവര് ചേട്ടന്റെ അഭിപ്രായം പറഞ്ഞു. മോശം അഭിപ്രായമാണ്. മോശം അഭിപ്രായമാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്? ധാരാളം സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കേരളമാണ്, ഇനി കമ്മ്യൂണിസ്റ്റ് തന്നെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് പറയുന്നില്ല. ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഒരുപാട് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. ഭരണം കുഴപ്പമില്ലാത്തത്, നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷെ മിനിങ്ങാന്ന് ഈ 3 ദിവസം അവിടെ ഒരു മരണം സംഭവിച്ചിരുന്നല്ലോ റെയിൽവേയിൽ. പുള്ളി അതിനെല്ലാം സഹകരിച്ചു. രാത്രി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക്, രാത്രി, വെളുപ്പാങ്കാലം. മിനിങ്ങാന്ന് വെളുപ്പാങ്കാലം നോക്കപ്പോഴും അവിടെ ഉണ്ട്. ഈ ബോഡി എടുക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഭരണം എന്ന് പറയുന്നത് മറ്റുള്ള ഭരണക്കാരുടെ അടുത്തിരിക്കപ്പോൾ ഇവർ ചെയ്യുന്ന അവർക്ക് പിടിക്കില്ല, അവർ ചെയ്യുന്ന ഇവർക്ക് പിടിക്കില്ല, അങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ വരപ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, എവിടെയായിരുന്നാലും രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാവും. പക്ഷെ പുള്ളിക്കാരി പിന്നെ ഒരു ചെറുപ്പക്കാരി എന്നുള്ള നിലയിലും വേറെ ഒരു പാർട്ടി തലത്തിൽ ഇരുന്നിട്ടില്ല. എളുപ്പം ഇത് കൊടുത്തു എന്നുള്ള രീതിയിലും ഈ മറ്റുള്ള പാർട്ടിക്കാർക്കുള്ള ഒരു അമർഷം ഉണ്ടാവും. പ്രശാന്തിന്റെ അത്ര വന്നില്ല, എന്നാലും ആദ്യമൊക്കെ പ്രശ്നമായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഈ മലിന്യം മാറ്റാത്തോണ്ട് ആ പ്രശ്നം കൊണ്ടാണോ ചോദിക്കുന്നത്? അതുകൊണ്ട് ആദ്യത്തെ പോലത്തെ മേയറല്ല, കുറച്ച് കൂടുതൽ സ്മാർട്ടാണ്. പക്ഷെ നമ്മുടെ പ്രശാന്ത് ഇരുന്നത് പോലെയല്ല. തിരുവനന്തപുരത്ത് ഒരുപാട് വികസനം ഇനിയും വരണം. ഒരുപാട് മലിനമൊക്കെ കിടക്കുന്നത് കൃത്യമായി അത് മാറ്റുന്നില്ല. അതെല്ലാം കോർപ്പറേഷൻ്റെ മേയറുടെ ഉത്തരവാദിത്വമാണ്, അതൊന്നും ചെയ്യാറില്ല പൊതുവെ. ആര്യരാജേന്ദ്രൻ വന്നേ പിന്നെയാണ് കുറച്ചുകൂടെ മോശമായത്. ഇപ്പം കുറച്ച് കുഴപ്പമില്ല. അത് കാര്യം നേരത്തെ അവർ കുറച്ച് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ പക്വതാപരമായിട്ട് പെരുമാറണമെന്നുണ്ട്. കാര്യം പല കാര്യങ്ങളിൽ ഒരു അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം കാണുന്നില്ല. കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. തൃപ്തികരമാണ്. നല്ല. അതെ, പുള്ളിക്കാരി തന്നെ തുടരണം താല്പര്യമുണ്ട്. അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഇത് ന്യൂസ് ചാനലിൽ നിന്നല്ലോ. തുടരണമെന്ന് തന്നെ ആഗ്രഹം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം തോന്നുന്നത്? ജനങ്ങൾക്ക് നന്മ നൽകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം എങ്ങനെയുണ്ട്? ഇതുപോലൊരു നാറിയ ഭരണമില്ല. മനസ്സിലായോ? ഒരു മേയർക്ക് എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല അതെല്ലാം. അതിന് ഫസ്റ്റ് പ്രൈസ്. അതായത് മേയറെ ഉപയോഗിക്കുക എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു മേയർ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു മോഡലായിട്ട് യൂസ് ചെയ്യും. ഇനി എന്ത് മാറ്റം കൊണ്ടുവരണം എന്ന് തോന്നുന്നു? അതെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. ഒരു ഭരണാധികാരി ആ ജനങ്ങൾക്ക് ഉപകാരം, ജനങ്ങളെ തിരഞ്ഞെടുത്ത, അല്ലാതെ ഇവർ PSC പരീക്ഷ എഴുതി വന്നതല്ല. മനസ്സിലായോ? ജനങ്ങൾ കൊടുത്ത അധികാരം. അതായത് ജനങ്ങൾക്ക് സമയമില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് അവർക്ക് അധികാരം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അതാണ് വേണ്ടത്. ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, മൊത്തം മേയറാണ്. ആ ഒരു ക്വാളിറ്റി ഏത് പാർട്ടിയോ ഏതായിക്കോട്ടെ, പക്ഷെ കീപ്പ് ചെയ്യണം. അതാണ് ഒരു ഭരണാധികാരി ചെയ്യണം. ഞാൻ എന്താ പറയാ, നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് താമസിക്കുകയാണ്. ഒന്നും പറയാനില്ല എന്നല്ല. എന്ത് പറഞ്ഞാലും അത് പ്രതികരിക്കാൻ ആരുമില്ല. അത് അത്രയാണ്. പുള്ളിക്കാരി തന്നെ തുടരണം എന്ന് തന്നെയാണോ? പുള്ളിക്കാരില്ലേ തുടരുള്ളൂ, പിന്നെ ആരാ തുടരുന്നത് ഇവിടെ? പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? മാറ്റങ്ങൾ ഇപ്പോഴേ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ഈ ഓടയിൽ വീഴുന്ന മറ്റേ ജോയി മരിച്ചതിൻ്റെ പിന്നെ അവർ നല്ല രീതിയിൽ ഇടപെടലേ ഉണ്ടായത്.
കോർപ്പറേഷന് നോട്ടീസ് കൊടുത്തിട്ട് പിന്നെ കോർപ്പറേഷൻ മറ്റേ ഈ റെയിൽവേ അപകടിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ശരിയായിരിക്കും, അങ്ങോട്ടല്ലേ കൂടുതൽ മാലിന്യം കിടന്നത്. അപ്പോൾ അതാ മേയറിന് കുഴപ്പമൊന്നുമില്ല, മേയറുടെ ഭരണം എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പുള്ളിക്കാരി തുടരണോ വേണ്ടയോ? തുടരണമല്ലോ, പുള്ളിക്കാരി 2 കൊല്ലം അല്ല 3 കൊല്ലം അല്ലേ ആയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും അവരെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പഠിച്ച കള്ളിയാണ്, മനസ്സിലല്ലേ? എല്ലാ കാര്യത്തിനും ഒരു പാവപ്പെട്ടവന്റെ ജോലി വരെ തെറിപ്പിച്ച ഒരു വ്യക്തിയാണ് മേയർ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്പോർട്ട് ജീവനക്കാരനായിരുന്ന ഒരു ഡ്രൈവറുടെ പേരിൽ കള്ളക്കേസ് ഉൾപ്പെടെ കൊടുത്ത ഒരു ആളാണ് മേയർ. ഇന്നലെ തന്നെ കരുത്തിൽ കണ്ടില്ലേ? അവർക്ക് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അവരൊന്നും ചെയ്യാതെ ഇന്നലെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കള്ള കരുത്തിലാണ് കരഞ്ഞത്. അതാണ് അവരെ കുറിച്ച് പറയേണ്ടത്. ആരോ പറഞ്ഞ് പഠിപ്പിച്ചാണ് കരഞ്ഞാൽ പോയ ഇമേജൊക്കെ തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ കരഞ്ഞത്. മേയർ ആര്യ എന്താണ് ചേട്ടൻ ഭരണം എങ്ങനെയുണ്ടെന്ന് തോന്നുന്നത്? പുള്ളിക്കാരുടെ തുടരണോ വേണ്ടയോ? വന്നാ നല്ലത്. ശരി, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നുന്നത്? നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലേ? റോഡൊക്കെ വികസിപ്പിക്കുന്നുണ്ട്, കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്ത് പോകണം. നല്ലൊരു മേയറാണ്. പിന്നെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? വലിയ കുഴപ്പമില്ല, പുള്ളിക്കാരുടെ ഇനിയും തുടരണോ വേണ്ടയോ? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. എന്താണ് കാര്യം? ട്രാൻസ്പോർട്ടിനെ വഴിയിൽ ചേർത്തിട്ട് നിരപരാധിയായ ഒരാളെ ക്രൂശിച്ചില്ലേ ഡ്രൈവറെ? എന്താ പറയുക, ഒരു രാഷ്ട്രീയ താന്തോന്നിവാസം എന്നേ പറയാൻ പറ്റും. ഇപ്പോൾ പിന്നെ ആമയുടെ 5-ാം തോടിൽ ഒരാളെ കൊന്നു. ഒരു മേയറാകുമ്പം മേയറുടെ കെടുകാര്യസ്ഥത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ നേരത്തെ ഈ കാലാവസ്ഥ ഇടവപ്പാതിയൊക്കെ വരുമ്പോൾ നേരത്തെ തന്നെ റോഡൊക്കെ വൃത്തിയാക്കിയിടേണ്ട മേയറുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് നഗര ശുചീകരണം. അത് കൃത്യമായി പാലിക്കുന്നില്ല. പിന്നെ പല പ്രശ്നങ്ങളും അവരുടെ പേരിൽ വരുന്നുണ്ട്. പക്വതയില്ലാത്ത ഒരു ലേഡിയുടെ പ്രവൃത്തികളായിട്ടാണ് തോന്നുന്നത്. അതേസമയം നേരത്തെ ഇരുന്ന VK പ്രശാന്തിനെ പോലുള്ളവർ ഒക്കെ ഗുഡാണ്. ഇയാളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. മേയർ ആര്യ രാജേന്ദ്രൻ ഇനി ഭരണത്തിൽ തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. മറ്റൊരു പബ്ലിക് ഒപ്പീനിയനുമായി വീണ്ടും കാണാം. Until then, this is Aisha Hari signing off.